എല്ലാവർക്കും നമസ്കാരം. ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെട്ടെന്ന് വളരെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ആപ്പിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഉപയോഗിക്കാവുന്നതാണ്. ആപ്പിൾ ഉപയോഗിച്ചാലും നേന്ത്രപ്പഴം ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. അതേപോലെ 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. പാലും വെള്ളവും ചൂടാക്കി ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈസ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് മൈദ ചേർക്കേണ്ടത്. ഇവിടെ എനിക്ക് 1 കപ്പ് മൈദ കറക്റ്റായിരുന്നു. ഇത് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഉണ്ണിയപ്പം മാവിൻ്റെ പാകത്തിനാണ് നമുക്കിത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ മൈദ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിന് മാവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ വെറുതെ ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഞാനിതൊരു വെറുതെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് 2 ഭാഗവും ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിയിച്ചെടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം വേവുമില്ല. അപ്പോൾ വളരെ ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ട്. നല്ലോണം ബ്രൗൺ കളറായിട്ട് വേണം ഇതെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണിത്. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേരുവകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.